2025 ഫംഗ്ഷൻ അറ്റയർ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ട്രെൻഡിങ് ആവുന്ന കുറച്ച് എലമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് വെൽവെറ്റ് എന്ന് പറയുന്ന ഫാബ്രിക് ആണ്. ഇന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണെങ്കിൽ പോലും ഇപ്പം വെൽവെറ്റിന്റെ പല വേരിയേഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് സെക്കൻഡ് ഇസ് മൾട്ടി കളർ പാനൽ ലെഹങ്ക. ഇപ്പം സ്കേർട്ട്, ബ്ലൗസ്, ദുപ്പട്ട എന്നൊക്കെ പറയുന്ന നമ്മൾ പല കളേഴ്സിൽ നമ്മളിപ്പം ഡബിൾ ടോണിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാനൽസിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത് കോംപ്ലിമെൻ്ററി കളേഴ്സ് ആവാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ആവാം. ഫോർ ഇൻസ്റ്റൻസ് പിങ്ക്, അതിൻ്റെ സൈഡിൽ ഒരു ഓറഞ്ച് വരാം. അങ്ങനെയുള്ള പാനൽ ലെഹങ്ക ഇപ്പം ട്രെൻഡിങ് ആണ്. അപ്പം 2-3 പാനൽസ് എടുത്തിട്ട് വേണം അത് ഡൈ ചെയ്യാൻ. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ഫാബ്രിക്സ് നമുക്ക് ലെഹങ്കാസിന് യൂസ് ചെയ്യാം, അനാർക്കലീസിന് യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി ഇൻ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണെങ്കിലും നമ്മുടെ നാട്ടിലോട്ട് വരുമ്പം ആൾക്കാർ അത് ഇപ്പോഴാണ് ചൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ 2025 നമുക്ക് കുറേ കേരള ബ്രൈഡ്സിനെ പ്രിന്റഡ് ഫാബ്രിക്സിൽ കാണാം, എസ്പെഷ്യലി ഫ്ലോറൽ പ്രിന്റ്സിൽ. ആൻഡ് ദ ഫൈനൽ ഫോർ ദിസ് റീൽ ഇസ് ടിഷ്യൂ ഫാബ്രിക്. ടിഷ്യൂ നമുക്ക് പണ്ട് ഗോൾഡിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല വേരിയേഷൻസ് ഓഫ് ഗോൾഡിൽ, ലൈറ്റ് ഗോൾഡ്, ആൻറ്റിക് ഗോൾഡ്, അല്ലെങ്കിൽ ഡാർക്ക് ഗോൾഡ്, അങ്ങനത്തെ വേരിയേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ടിഷ്യൂവിൻ്റെ കൂടെ ഒരു ഷിമ്മർ എഫക്റ്റും കൂടെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിൽ ഉണ്ട്. അത് നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം ലെഹങ്കയായിട്ടും യൂസ് ചെയ്യാം. അതിഥി റാവുണ്ട് വെഡിങ് ലുക്കിന് ഇൻസ്പയർ ചെയ്ത് നമുക്കൊരു ടോട്ടൽ ലെഹങ്കയായിട്ട് തന്നെ ടിഷ്യൂ ഫാബ്രിക് അല്ലെങ്കിൽ ഓർഗൻസിയും ടിഷ്യൂവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്.